ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിയും അതുപോലെ സുനന്ദയും കൂടെ സംസാരിക്കുന്ന സുനന്ദയോട് നിധി ശരിക്കും വഴക്ക് പറയണം, നിന്റെ അച്ഛൻ എന്ത് വൃത്തികെട്ട ആരോപണം നടത്തിയതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുനന്ദ നിന്ന് കരയുമ്പോൾ, നീ കരയണ്ട, എനിക്ക് നിന്റെ അവസ്ഥയൊക്കെ മനസ്സിലാകുമെന്ന് നിധി പറയാണ്. നിനക്ക് വീട്ടുകാരെ എതിർത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിനുള്ള വയസ്സൊന്നും നിനക്കില്ല എന്നും, അപ്പോൾ പിന്നെ എന്തിനാ ദിവസവും ഇവിടെ വന്ന് സുഭാഷ് ഏട്ടനെ വിഷമിപ്പിക്കാൻ നിൽക്കുന്നത് എന്ന് നിധി സുനന്ദയോട് ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ സുധീഷ് അപ്പുറം നിന്ന് കേൾക്കുകയല്ലേ. വീട്ടുകാർ കണ്ടുപിടിച്ച ആളെ അങ്ങ് കെട്ടിയാൽ പോരും ചോദിക്കുമ്പം, അപ്പോൾ എനിക്കറിയില്ല, എനിക്ക് സുഭാഷ് ഏട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് സുനന്ദ പറയുക. അപ്പോൾ സുധീഷ് നെടുവേർപ്പിട്ടെങ്കിലും ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് വീട്ടുകാരെന്നെ ആരുടെ തലയിൽ കെട്ടിവെച്ചാലും എനിക്ക് സുഭാഷ് ഏട്ടനെ മറക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ നീ ഇങ്ങനെ നിന്ന് പറയുന്നത് കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല സുനന്ദ, നീ അത് മനസ്സിലാക്കാൻ പറഞ്ഞു നിധി. എൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയെന്നൊക്കെ പറഞ്ഞ് അത് നിധിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണെന്നും പറയുമ്പോൾ, നിനക്ക് സുഭാഷ് ഏട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ വീട്ടുകാരെ എതിർത്ത് നിൽക്കാൻ നിനക്ക് കഴിയണം. അതല്ല, വീടാണ് പ്രധാനമെങ്കിൽ സുഭാഷ് ഏട്ടനെ നീ മറക്കണം. അപ്പോൾ ഇങ്ങനെ സുധീഷിതൊക്കെ കേട്ട് ആലോചിക്കാം. വീട്ടുകാരെ എതിർക്കാനുള്ള ധൈര്യമില്ല, അതേസമയം സുഭാഷ് ഏട്ടനെ മറക്കാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് നിനക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടല്ലേ സുനന്ദേ, നീ എന്താ അത് മനസ്സിലാക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഇതെല്ലാം കേട്ട് സുധീഷ് അന്തം വിട്ടിരിക്കാം. ഇതേ മനസ്സോടുകൂടി വേറൊരു കല്യാണം കഴിച്ചാൽ ആ ചെറുക്കനെയും വഞ്ചിക്കുന്നത് പോലെ ആവില്ലേ എന്നും നിധി സുനന്ദയോട് ചോദിക്കണം. ആദ്യം എന്ത് വേണമെന്ന് നീതായിട്ട് തന്നെ തീരുമാനിക്കുക, അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീയായിട്ട് ആലോചിക്കുക, അല്ലാതെ ഇങ്ങനെ നിന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. നിനക്ക് ഹേർട്ടാകും എന്നൊക്കെ എനിക്കറിയാം ഞാൻ ഈ പറയുന്നത്, പക്ഷെ ഒരു തീരുമാനം എടുക്കാതെ സുഭാഷ് ഏട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് വരരുത് പ്ലീസ്, എനിക്ക് അത്രയും നിന്നോട് പറയാനുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കരഞ്ഞുകൊണ്ട് സുനന്ദ അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ നിൻ്റെ മനസ്സ് ഇത്രയ്ക്ക് നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ എങ്ങനെ നിന്നെ വിട്ട് കളയും മോളെ എന്ന് സുധീഷ് മനസ്സിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ നേരം ചിന്തിക്കുക. ഒരു കാലത്തും നിന്നെ ഞാൻ വിടാൻ പോകുന്നില്ല എന്ന് സുധീഷും മനസ്സുകൊണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ രാത്രി നമ്മുടെ സുധീഷ് ഇരുന്ന് ആലോചിക്കുക എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ സുധീഷിൻ്റെ അടുത്തേക്ക് മറ്റൊരാൾ, അതായത് നമ്മുടെ ആ ഗോപി സാർ, ആ പോലീസുകാരൻ, അദ്ദേഹം വന്നു. എന്താണ് പെട്ടെന്ന് കാണണമെന്നൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പം സാറിനെ കാണാൻ സ്റ്റേഷനിലോട്ട് വന്നായിരുന്നേ, അപ്പോൾ സാർ അവിടെ ഉണ്ടായിരുന്നില്ല, അതാ പിന്നെ ഫോൺ ചെയ്തേ, അപ്പം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, അത് ആ സമയത്ത് ഇല്ലാതിരുന്നതെന്ന് അദ്ദേഹം പറയുക. അപ്പോൾ സാറിന് സമ്മതിക്കണം കേട്ടോ സാറേ. എന്ത് അല്ല, ഇത്രയും ജോലിയുടെ ഇടയിൽ നിന്ന് എന്നെ കാണാൻ വേണ്ടി സമയം ഉണ്ടാക്കി വന്നത്, അപ്പോൾ ഞാൻ യു ആർ ഗ്രേറ്റ് സാർ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് തള്ളൽ നിർത്തിയിട്ട് നീ കാര്യം പറയാൻ പറഞ്ഞു. അയ്യോ സാറേ, ഇത് തള്ളലൊന്നുമല്ല സാറേ, സാറിനെ പോലെ ഒരു സീനിയർ ഓഫീസറെ എന്നെപ്പോലെ ഒരു സാധാരണക്കാരനെ കാണാൻ വരാമെന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയല്ലേ സാറേ എന്നൊക്കെ സുധീഷ് ചോദിച്ചു. എടാ മോനെ, അതെ, നിന്നെ പോലെ ഒരു സാധാരണക്കാരൻ എന്നെ പോലെ ഒരു പോലീസുകാരനെ പേഴ്സണലായിട്ട് കാണണം എന്നൊക്കെ പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? എന്നെ കൊണ്ട് സാധിക്കാനുള്ള എന്തെങ്കിലും ഒന്നായിരിക്കും അതിൽ എന്ന് ഊഹിക്കാനുള്ളൊരു എക്സ്പീരിയൻസ് ഇത്രയും കാലത്തെ ജോലിയിൽ നിന്ന് കിട്ടി കാണും എനിക്ക്. അപ്പോഴാ ഭാര്യയുടെ ഫോൺ പൊട്ടി പുതിയത് വാങ്ങിക്കണമെന്ന് പറഞ്ഞ കാര്യം ഞാൻ ഓർത്തത്. അപ്പം ഞാനത് വാങ്ങിച്ചു കൊടുത്തിട്ടാ വരുന്നതെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ പോട്ടെ, എന്താ നീ വരാൻ പറഞ്ഞെന്ന് ചോദിച്ചു. അത് പിന്നെ സാറേ, എന്താ നീ പ്രശ്നം ഉണ്ടാക്കിയത്? അയ്യോ പ്രശ്നം ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ അത് വേറൊരു രീതിയിലാണ് സാറേ പ്രശ്നമെന്ന് ചോദിച്ചു. എങ്ങനെയാന്ന് ചോദിച്ചു. അവളുടെ അമ്മയും ഏട്ടത്തിയും ബ്രദറും ഒക്കെ മാറി മാറി ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് ഒരേ കരച്ചിലാണെന്നും പറഞ്ഞ് ഇങ്ങനെ പറയണം. അത് കേട്ടേ അവരുടെ മനസ്സാണെങ്കിൽ ആകെ തകർന്നിരിക്കുക സാറേ, അവരവളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതൊക്കെ എന്തായാലും ഉണ്ടാകും, അവർ വലിയ പണക്കാരല്ലേ, നീ കഞ്ഞിക്ക് വകയില്ലാത്ത വെറും ദരിദ്രവാസി, അവർക്ക് പിന്നെ സങ്കടം ഉണ്ടാകാതിരിക്കുമോ എന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യാം, കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവളെയും കൂട്ടി നീ അവളുടെ വീട്ടിൽ പോയി താമസം തുടങ്ങ്. എന്താ അപ്പോൾ ഭാര്യ വീട്ടിൽ പരമസുഖം, ദിനം 4 കഴിഞ്ഞാൽ പട്ടിക്ക് സമം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു. ഒരു പട്ടിയാണെന്ന് വിചാരിച്ച് നീ അങ്ങ് കൂടിക്കോളാൻ പറഞ്ഞു. നിൻ്റെ വീട്ടിലുള്ളതിനേക്കാളും സുഖം നിനക്ക് അവിടെ കിട്ടുമെന്നും സാറ് പറയാം. അതിന് അവളെ മാത്രമാണ് വിളിക്കുന്നത്, എന്നെ കയറ്റാൻ വഴിയൊന്നുമില്ല സാറേ എന്നിങ്ങനെ സുധീഷ് പറഞ്ഞു. അപ്പോൾ വിളിച്ചായിരുന്നെങ്കിൽ പട്ടിയാണെങ്കിൽ ബോട്ടേന്ന് വെക്കാമായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ സാറിങ്ങനെ പറയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീഷ്. അപ്പോൾ നോക്കുക, അവർക്കിപ്പം ഞങ്ങൾ 2 പേരെയും പിരിക്കണമെന്നാ, അതിനുള്ള പണിയാണ് അവരിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതിന് നിന്റെ ഭാര്യ കൂടി സമ്മതിക്കണ്ടേടാ. അവൾക്ക് എന്നെ കുറച്ച് നാളത്തെ പരിചയമല്ലേ ഉള്ളൂ. പക്ഷെ വീട്ടുകാരങ്ങനെയൊന്നും അല്ലല്ലോ സാറേ, അവർ ദിവസം അവളോടുള്ള കരുതലിനെ പറ്റി പറഞ്ഞ് കരഞ്ഞ് അവളുടെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുക. എൻ്റെ പൊന്നു സാറേ, ഒരു ദിവസം അവൾ ഇറങ്ങി പോകുന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ്. അപ്പോൾ ഇങ്ങനെ ഇന്നലെ ദിവസം അവൾ എന്നോട് ചോദിക്കുക, എല്ലാവർക്കും ഇത്രമാത്രം വിഷമമാണെങ്കിൽ നമുക്ക് അങ്ങ് ഡിവോഴ്സ് ചെയ്താലോ എന്ന്. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും അന്തം പെട്ടി ഇങ്ങനെ നോക്കുവോ സാറ്. എല്ലാത്തിനും കാരണം അവളുടെ അമ്മയുടെ കരച്ചിലാണ് സാറേ. എൻ്റെ വീട്ടുകാരെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ
ഈ അമ്മ കരഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ അവളുടെ കൺട്രോൾ വിട്ടു പോവാ സാറേ. ശരാ അതെങ്ങനെയാ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിന്നെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് കെട്ടിയ പെണ്ണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ശരിയാണ് സാറേ. പക്ഷേ ഈ വീട്ടുകാർ എല്ലാവരും കൂടെ ചേർന്ന് ബ്രെയിൻ വാഷ് ചെയ്തേ അവളെ അതിൽ വീഴ്ത്തിയ സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ എല്ലാവരും പോയി കഴിഞ്ഞാൽ അവൾ പിന്നെ ഒറ്റയ്ക്കല്ലേ, വൈകുന്നേരം വരെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ആ സമയത്ത് ആരാണെങ്കിലും ഇടറി പോകും. പോകുമല്ലോ. അതാണ് ശരിക്കും പറഞ്ഞാൽ അവൾക്കും ഉണ്ടായത് സാറേ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല സാറേ. എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടാ സാറേ അവൾക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്നോടുള്ള ഇഷ്ടമില്ലല്ലോ സാറേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുധീഷ് സാറിനെ പറഞ്ഞിങ്ങനെ ഇതാക്കുക. അപ്പോൾ നിങ്ങൾ ഡിവോഴ്സിൻ്റെ വക്കത്താണ് വന്ന് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ അതെ സാറേ, അപ്പോൾ അത് തന്നെ എൻ്റെയും പ്രശ്നം സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതിലിപ്പം ഞാനെന്ത് വേണമെന്നോ നീ പറയുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ സാർ അവളെ ഫോണിൽ വിളിച്ചൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ കല്യാണം ആയതുകൊണ്ട് ഡിവോഴ്സ് ഒന്നും പറ്റില്ല എന്നൊന്ന് പറയണം. അപ്പോൾ അതിന് നിയമമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സാറേ അത് ഈ അനിയന് വേണ്ടിയിട്ട് നിയമം വിട്ട് വേറെ വഴിക്കൊന്ന് സഞ്ചരിക്കുക സാറേ, പ്ലീസ് സാറേ അവളെ എന്നെ കൂട്ടൊരു വക്കീലിൻ്റെ അടുത്ത് വരെ പോയി സാറേ. അത്രത്തോളമൊക്കെ കാര്യങ്ങൾ എത്തിയോ? അതെ സാറേ അത്രത്തോളമൊക്കെ കാര്യങ്ങൾ എത്തി. പക്ഷേ ഞാൻ പറഞ്ഞിട്ടാണ് സാർ അവളെ വിളിക്കുന്നത്, നമ്മളോട് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെയോ? അത് വക്കീൽ അറിയിച്ചെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഏത് വക്കീലാടാ അതൊക്കെ പറയുന്നത്? അതാ കുട്ടിക്ക് അറിയില്ലേടാ എന്നൊക്കെ ചോദിക്കുമ്പം അതൊക്കെ ഞാൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചല്ലോ സാർ, ചുമ്മാ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. സുധീഷേ മോനെ, ഇതൊക്കെ നിയമം വിട്ടുള്ള കളിയാ. സാറേ ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഈ കല്യാണം നടത്തി തന്ന ആളല്ലേ സാറേ പ്ലീസ് സാറേ എന്നെ ചതിക്കല്ലേ സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ അവളതാ വക്കീലിനോടെങ്ങാനും പറഞ്ഞാലേ അതോടെ തീർന്നു എന്ന് പറഞ്ഞു. അതവൾ പറയത്തില്ല സാറേ. വേറെ ആരോട് പറഞ്ഞാലും അത് പ്രശ്നമാടാ എന്ന് സാറ്. അത് അവൾ ആരോടും പറയാതെ ഞാൻ നോക്കിക്കോളാം സാറേ പ്ലീസ് സാറേ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ എന്നിട്ട് കയ്യെ കാലേ പിടിക്കുക. അപ്പോൾ ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. തൽക്കാലത്തേക്ക് ഒത്തു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് ഇങ്ങനെ നിൽക്കുന്നു. സാർ അങ്ങ് പോവുകയും ചെയ്തു. പിന്നെ കാണിക്കും നമ്മുടെ നിധി ഇങ്ങനെ നിൽക്കുക കേട്ടോ, ഫോണും കൈ പിടിച്ച് എന്തൊക്കെയോ ആലോചിച്ചു. അപ്പോൾ നിധിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് വേറെ ആരുടെ അല്ല, സാന്ദ്രയുടെ. അപ്പോൾ ഇത് കണ്ട് നിധി സാന്ദ്രയെ തിരിച്ചു വിളിച്ചു. ഹലോ നിധി, അതെ എന്തായി, വക്കീലിനെ കണ്ടല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുക. ഡിവോഴ്സ് മൂവ് ചെയ്തോ എന്നൊക്കെ സാന്ദ്ര ചോദിക്കുമ്പം ഇല്ല ഏട്ടത്തി, എവിടെ പോയാലും ID പ്രൂഫ് വേണമെന്നും ആധാർ കാർഡോ ഏതെങ്കിലും ID പ്രൂഫോ ഇല്ലാതെ പെറ്റീഷൻ മൂവ് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞതെന്ന കാര്യം നിധി ഇങ്ങനെ സാന്ദ്രയോട് പറയുക. അപ്പോൾ സാന്ദ്രയാണ് ഇതിൻ്റെ പിറകിൽ. അപ്പോൾ പോയ കാര്യം നടക്കാതെ തിരിച്ചു വന്നത് എന്ന് നിധി പറയണം. ഇപ്പോൾ ഒരു ഐ ഡി ഇല്ലാത്ത ആളാണ് ഞാനെന്നും ആധാറിന് നമ്പരെങ്കിലും കിട്ടിയ ആ കാർഡ് എടുക്കായിരുന്നു എന്ന് നിധി സാന്ദ്രയോട് പറയുന്നു. ഇപ്പോൾ ഫോണിലൊക്കെ ഉണ്ടായിരുന്നതാ, അത് പോയതോടെ എല്ലാം പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെ അവിടെ ആധാറിൻ്റെ കോപ്പി എന്തെങ്കിലും ഉണ്ടാവും, ഒന്നെടുത്ത് ആ നമ്പർ എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ, മെസ്സേജായിട്ട് അയച്ചാൽ മതിയെന്ന് പറയുമ്പം ഞാൻ നോക്കാം, ഉറപ്പില്ല, എങ്ങനെയെങ്കിലും എടുത്ത് അയക്കാൻ പറ്റുമെങ്കിൽ അയക്കാം, എത്രയും പെട്ടെന്ന് പെറ്റീഷൻ മൂവ് ചെയ്യണമെന്നും അതിന് വൈകരുതെന്നും പറഞ്ഞു. അപ്പോൾ ശരി ഏട്ടത്തി ഓക്കെ പറഞ്ഞു. ഫോൺ കട്ടും ചെയ്തു. അത് നിധി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ നിധിയുടെ ഫോണ് അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഡോക്യുമെൻറ്റ്സ് ശരിയാക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എന്തൊക്കെയോ വായിച്ചു, ഭ്രാന്ത് കയറി നിൽക്കും. അപ്പോഴത്തേക്ക് സുഭാഷ് അങ്ങോട്ടേക്ക് വന്നു. എന്താ മോളെ തനിയെ ഇവിടെ നിൽക്കുന്നേ എന്നും ചോദിച്ചേ. അപ്പം ഒന്നുമില്ല, വെറുതെ വന്ന് നിന്നാന്ന് പറഞ്ഞു. അപ്പോൾ സുഭാഷ് ഒന്ന് ചിരിച്ചു. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് അങ്ങോട്ട് പോവുക. അപ്പോൾ സുഭാഷ് ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നീതി ഇങ്ങനെ സുഭാഷിനെ വിളിച്ചു. എന്താ മോളെ എന്ന് ചോദിച്ചു. അത് പിന്നെ ഒരു കല്യാണം നടത്താൻ എന്തൊക്കെ വേണം എന്ന് ചോദിക്കുമ്പം അത് പിന്നെ പെണ്ണും ചെക്കനും എന്തായാലും വേണമല്ലോ എന്ന് പറഞ്ഞു. അതല്ല, അതെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നാണ് ചോദിച്ചത്. ഡോക്യുമെൻറ്റ്സൊക്കെ എന്തിനാ, വീടിൻ്റെയോ? അതല്ല, ഒരു രജിസ്റ്റർ മാരേജ് നടത്താൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആവശ്യപ്പെടുമെന്നാണ് ചോദിച്ചേ. അത് പിന്നെ എനിക്കൊരു പിടിയില്ല മോളെ. അല്ല നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് ആയിരുന്നില്ലേ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പം നിധി ഇങ്ങനെ മോളെ ഞാൻ അങ്ങനെയല്ല ചോദിച്ചത്, നിനക്കത് കല്യാണം അല്ലെങ്കിലും പോലീസ് അത് രജിസ്റ്റർ ആക്കിയെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കറിയില്ലേ എന്നാ ചേട്ടാ ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് എൻ്റെ സംശയവും ചോദ്യവും. അപ്പോൾ ഞാനൊന്നൊരു ഡോക്യുമെൻറ്റ്സും കൊടുത്തിട്ടില്ല, എന്നിട്ടും ആ രജിസ്ട്രേഷൻ നടന്നു, എങ്ങനെയാ അത് എന്നൊക്കെ ഇങ്ങനെ നിധി ചോദിക്കുക. അപ്പോൾ വയസ്സും അഡ്രസ്സും അറിയാൻ ബർത്ത് സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് അങ്ങനെയൊക്കെ ചോദിക്കുമായിരിക്കും. യെസ്, അത് ചോദിക്കത്തില്ലേ? ചോദിക്കും. അപ്പം ഞാനതൊന്നും കൊടുത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല, എന്നോട് ആരും ഒന്നും ചോദിച്ചിട്ടുമില്ല. അപ്പോൾ ചോദിച്ചില്ലേ? എന്നോട് മാത്രം ഇതൊന്നും ചോദിക്കാതെ എന്തായാലും ചെയ്യില്ലല്ലോ. അതെ, അപ്പം അതില്ലാതെ രജിസ്ട്രേഷനൊക്കെ എങ്ങനെ നടന്നു എന്ന് നിധി സുഭാഷിനോട് ചോദിക്കുമ്പം മോളത് സുധീഷിനോട് ചോദിച്ചില്ലേ? അപ്പം ചോദിച്ചു. അപ്പം സുധീഷ് ID പ്രൂഫൊക്കെ കൊടുത്തു എന്നാണ് പറഞ്ഞതെന്നുള്ള കാര്യം പറയുക. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് മാത്രം ഒന്നും വാങ്ങിയില്ല.
അതെന്താ അങ്ങനെയെന്നൊക്കെ നിധി ചോദിക്കുക. അന്നേരം സുഭാഷ് അത് ഇനിയിപ്പോൾ വീട്ടുകാരറിഞ്ഞ് പ്രശ്നം ഉണ്ടാകണ്ടെന്ന് കരുതി പ്രൂഫൊന്നും വാങ്ങിക്കാതെ കല്യാണം നടത്തിയതായിരിക്കും. അങ്ങനെയാണെങ്കിലല്ലേ കൂടുതൽ കുഴപ്പങ്ങളുണ്ടാവുക. ഓഫ്, മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിധി ഇങ്ങനെ നിൽക്കുക. അല്ല മോളിപ്പോൾ അതൊക്കെ എന്തിനാ ആലോചിച്ച് കൂട്ടണേ? ഒന്നുമില്ല, വെറുതെ ആലോചിച്ചെന്ന് മാത്രം ഒന്നും പറഞ്ഞു ഇങ്ങനെ. പക്ഷേ ശരിയെന്ന് പറഞ്ഞാൽ സുഭാഷ് അങ്ങ് പോയി, നിധി അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നമ്മുടെ നിധി കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും സുഭാഷ് ചായക്കുള്ള പാലുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു. അവരൊക്കെ എവിടെയെന്ന് ചോദിച്ചു. കുളിയും പല്ലുതേപ്പൊക്കെ ആയിട്ട് എല്ലാവരും പുറത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സുഭാഷ് ചായ ഇടാൻ അടുക്കളയിലേക്ക് പോയി. നിധി അന്നേരം നോക്കുമ്പോൾ കാണുന്നത് കുളിച്ചിട്ട് വന്നിട്ട് ഹരീഷ് വിളക്ക് കൊളുത്തുന്നതാണ്. അത് കണ്ടപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നതൊക്കെ കണ്ടപ്പോഴേ അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മുടെ ഹരീഷ് ഭയങ്കര ഭക്തിമാർഗത്തിലൂടെ ഇതെല്ലാം കഴിഞ്ഞ് പാട്ട് വെച്ചപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിധി നിൽക്കുന്നു. എന്നിട്ട് വേഗം തന്നെ അത് ഓഫ് ചെയ്തു. അപ്പോൾ നിധി ചോദിച്ചു, എന്തിനാ ഹരീഷ് അത് ഓഫ് ചെയ്തേ? നല്ല പാട്ടല്ലേ? അന്നേരം നമ്മളോട് ഹരീഷ് പിന്നെ ആ പാട്ട് വെച്ചു. അപ്പോൾ നമ്മുടെ നിധിയും ചെന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം പുറത്തേക്ക് പോയി. ഈ സമയത്ത് സുഭാഷ് ചായയായിട്ട് വന്നു നിധിയുടെ അരികിലേക്ക്. അങ്ങനെ നിധി പുറത്ത് ചെന്ന് മുടിയൊക്കെ തോർത്തി എല്ലാം റെഡിയാക്കിയിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ നിധി ഇറങ്ങി മുറ്റമൊക്കെ നോക്കി. മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ സുധീഷ് ഇറങ്ങി വന്നു. മുറ്റമൊക്കെ രാവിലെ വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ. രാവിലെ തന്നെ അതൊക്കെ അങ്ങ് ചെയ്തു എന്ന് പറഞ്ഞു. സുധീഷാണോ ചെയ്തേ? അപ്പോൾ എന്താ മുറ്റം അടിക്കാൻ എനിക്ക് അറിയില്ല എന്ന് വിചാരിച്ചോ എന്ന് സുധീഷ് നിധിയോട്. അപ്പോൾ അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുക. അത് രാവിലെ പെണ്ണുങ്ങൾ തന്നെ മുറ്റം അടിക്കണമെന്ന് ഈ വീട്ടിൽ ആരും വിചാരിക്കാറില്ല കേട്ടോ. അതുമാത്രമല്ല, ആക്ച്വലി ആണും പെണ്ണും തമ്മിലുള്ള തുല്യത ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾക്കാരാണ് ഈ വീട്ടിൽ. അയ്യോ മതി നിർത്തിക്കോ, തള്ളി മറിക്കല്ലേ, താങ്ങാൻ വയ്യ എന്ന് നിധി സുധീഷിനോട് പറയാം. സുധീഷ് കൈയൊക്കെ മാന്തി നിൽക്കാം. എന്തായാലും അടിച്ചു വാരിയത് സുധീഷാണെങ്കിൽ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ നികേഷ്, അതെ ആ താങ്ക്സ് ഞാൻ പറയേണ്ടതാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നികേഷ് അന്നേരത്തേക്കും അങ്ങോട്ടേക്ക് വന്നു. എടാ മിണ്ടല്ലേടാ എന്ന് പറഞ്ഞ് സുധീഷ് നിൽക്കും. അപ്പോൾ മുറ്റം മുഴുവൻ അടിച്ചു വരുന്നത് ഞാനാ, ഈ സുധീഷേട്ടൻ ചുമ്മാ പറഞ്ഞാന്ന് പറഞ്ഞാൽ നികേഷ് വരുന്നത്. അല്ല അപ്പോൾ ഇതിലും നുണയോ? എന്താ സുധീഷ് ഇത്? ആ ഭാഗമൊക്കെ ഞാനാ തൂത്തേ. ഏത് ഭാഗം ഏതാന്ന് ചോദിച്ചു നികേഷ്. അപ്പോഴത്തേക്ക് സുധീഷ് ഓടി അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ എന്താടാ നികേഷ് ഇത്? അതൊക്കെ വിട്ടുകളാം, എങ്ങനെയുണ്ട് എൻ്റെ പണി എന്ന് നികേഷ് ചോദിക്കുമ്പം നീറ്റായിട്ടുണ്ട്, കൺഗ്രാജുലേഷൻസ് പറഞ്ഞു, താങ്ക് യു ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും സുഭാഷ് അലക്കാനുള്ള തുണിയായിട്ട് വന്നു. സുഭാഷിട്ട് അലക്കാനാണോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, എൻ്റെ ഞാൻ കഴുകിയിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഓയ് സുഭാഷ് ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് തുണിയായിട്ട് നമ്മുടെ സുധീഷ് ഇറങ്ങി വന്നു. അപ്പോൾ ശരിയടാന്ന് പറഞ്ഞാൽ സുഭാഷ് അലക്കാൻ പോകുമ്പോൾ വേണ്ട സുഭാഷ് ഏട്ടാ അതൊന്നും വേണ്ട എന്ന് പറയാം നമ്മുടെ നിധി. സുഭാഷ് ഏട്ടൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഇവിടെ ലോണ്ടറി സർവീസ് വല്ലതും നടത്തുന്നുണ്ടോ എന്നും നിധി ചോദിക്കുക സുധീഷിനോട്. ഏറ്റവും താഴെയുള്ള നികേഷ് വരെ തുണി അലക്കാൻ തുടങ്ങി. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ ഹരീഷും വന്നു. സുഭാഷേട്ടൻ ചെറുപ്പം മുതൽ അത് ചെയ്തു എന്ന് വെച്ചിട്ട് എപ്പോഴും അത് മുതലാക്കാൻ നോക്കരുത് കേട്ടോ. അയ്യോ ഞാനെന്ത് മുതലാക്കിയെന്ന്? അയ്യോ എനിക്ക് സോപ്പിൻ്റെ അലർജി ഉള്ളത് കൊണ്ടാണെന്ന് സുധീഷ്. ശീലമാകുമ്പോഴേ അത് മാറിക്കോളൂ എന്ന് പറഞ്ഞു നിധി സുധീഷിനോട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീട്ടിൽ ഇനി അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ ചെയ്യണം, എല്ലാത്തിനും സുഭാഷേട്ടനെ ഇങ്ങനെ കാത്തു നിൽക്കരുത് കേട്ടല്ലോ എന്ന് നിധി ഇങ്ങനെ പറഞ്ഞപ്പം എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെ കഴുകാറെന്ന് ഹരീഷ് പറഞ്ഞു. അപ്പോൾ ഗുഡ് എന്ന് നിധി എന്ന് പറഞ്ഞു. സുധീഷ് ഇങ്ങനെ നോക്കുക. ഇപ്പോഴത്തേക്ക് ഞാനങ്ങ് ചെയ്തേക്കാം മോളെ എന്ന് സുഭാഷ്. അപ്പോൾ ശരിയാവില്ല, സുഭാഷേട്ടൻ ചെയ്യണ്ട, അത് സുധീഷ് തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരു മൊന്തയിൽ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് ഗാർഗിൾ കൊണ്ടാകും അവരുടെ മുന്നിലേക്ക് അങ്ങ് തുപ്പി അച്ഛൻ. ഇത് എന്ത് പണിയാ അച്ഛൻ കാണിക്കുന്നത്? മാറ്റി തുപ്പിക്കൂടാ അച്ഛാ എന്ന് നികേഷ് ചോദിക്കുമ്പം എടാ എൻ്റെ വീട് എൻ്റെ പറമ്പ്, ഇവിടെ എവിടെ തുപ്പണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് അച്ഛൻ മക്കളോട് പറയണം. ഇത് കേട്ടപ്പം അത് പറ്റില്ല, ഇപ്പം സംസാരിക്കുന്നത് അച്ഛനെയും കൂടെ ചേർത്താണെന്ന് നമ്മുടെ നിധി അന്നേരം പറഞ്ഞു. അപ്പോൾ എങ്ങനെ നീ എന്നോട് സംസാരിക്കാൻ? ഓൾറെഡി ഇച്ചിരി ഓവറാ, ഈ വീട്ടിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ, എങ്കിൽ ഈ വീട്ടിൽ അച്ഛൻ മാത്രം ഉണ്ടാകാൻ പാടില്ലായിരുന്നു, വേറെ ആരും പാടില്ലായിരുന്നു എന്ന് നിധി. എങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് നിധി അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ തിരിച്ച്, എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ പോലും എനിക്കൊരു റൂൾസും ബാധകമായിരുന്നില്ല. നീ എന്ത് ഭാവിച്ചിട്ടാ മുറ്റത്തൊന്ന് വീഡിയോ എത്തിക്കരുത്, തുപ്പരുത്, എന്താ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താ നീ വിചാരിക്കുന്നത്? നോക്ക്, ദിസ് ഇസ് മൈ ഹൗസ്, ഇവിടെ മൈ റൂൾസ് ഓൺലി, ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ നിധിയോട് പറയുമ്പോൾ നിധി ഇത് കേട്ട് എൻ്റെ പൊന്നോ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.